2024 10th ലെവലിൽ ചോദിച്ച എല്ലാ പൊളിറ്റി ചോദ്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ രാജീവ് കുമാർ, സുമൻ ബെറി, പീയൂഷ് ഗോയൽ, നിർമ്മല സീതാരാമൻ. ഇതിൻ്റെ അന്നത്തെ ഉത്തരം സുമൻ ബെറി ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അശോക് കുമാർ ലാഹിരിയാണ് നീതി ആയോഗിൻ്റെ വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. സമത്വം, സാഹോദര്യം എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു. 1976 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങളും അഖണ്ഡത എന്ന പദവും പ്രിയാമ്പിളിൽ കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത്. സമത്വം, സാഹോദര്യം എന്നീ പദങ്ങൾ ഓൾറെഡി അവിടെ പ്രിയാമ്പിളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആര്? രാജ്കുമാരി അമൃത് കൗർ, അമ്മുക്കുട്ടി സ്വാമിനാഥൻ, അക്കാമ ചെറിയാൻ, രേണുക റോയ്. നിയമനിർമ്മാണ സഭയിൽ, ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് അക്കാമ ചെറിയാനാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരം വരുന്നത്. കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെൻറ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയതാണ്? ഇവിടെ ഉത്തരം വരുന്നത് കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ് നമ്മുടെ ഫെഡറലിസം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. 16ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ്? വിരാൾ ആചാര്യ, ജഗദീഷ് ഭഗവതി, അരവിന്ദ് പനഗരിയ, അമിത് മിശ്ര. അരവിന്ദ് പനഗരിയാണ് ശരി ഉത്തരം. ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് താഴെ പറയുന്നതിൽ ഏതാണ്? ആർട്ടിക്കിൾ 315, 323, 313, 312. ഇവിടെ ശരിയായ ഉത്തരം വരുന്നത് 312ലാണ് ഓൾ ഇന്ത്യ സർവീസസിനെ പറ്റി പരാമർശിക്കുന്നത്. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അധികാരങ്ങളെ വിഭജിക്കുന്ന ലിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ്? 7, 9, 10, 6. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാമത്തെ പട്ടികയിലാണ്, 7th ഷെഡ്യൂളിലാണ് നമ്മുടെ യൂണിയൻ ലിസ്റ്റിനെ കുറിച്ചും കൺകറൻറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിനെ കുറിച്ച് പറയുന്നത്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നതിൽ ഏതാണ്? യൂണിയൻ പബ്ലിക് സർവീസിൻ്റെ അംഗസംഖ്യ പ്രധാനമന്ത്രിക്ക് തീരുമാനിക്കാമെന്ന ഭരണഘടന അനുശാസിക്കുന്നു. 62 വയസ്സ് വിരമിക്കൽ പ്രായം. UPSC അംഗങ്ങളെയും ചെയർമാനെയും രാഷ്ട്രപതി നിയമിക്കുന്നു. UPSC അംഗങ്ങളെ പുറത്താക്കാനുള്ള അധികാരം പ്രധാനമന്ത്രിക്ക് ഉണ്ടെന്ന് ഭരണഘടന പറയുന്നു. ഇവിടെ ശരിയായ ഉത്തരമെന്ന് പറയുന്നത് 3 മാത്രമാണ്. ഇവിടെ UPSCയുടെ അംഗസംഖ്യ നിശ്ചയിക്കുന്നത് പ്രസിഡന്റിനാണ് ഭരണഘടന പ്രകാരം അതിനുള്ള അധികാരമുള്ളത്. അതുപോലെ തന്നെ 65 വയസ്സും അല്ലെങ്കിൽ 6 വർഷം, ഇതിലേതാണോ ആദ്യം വരുന്നത് ഇതാണ് അവരുടെ ടെന്യൂർ എന്ന് പറയുന്നത്. പിന്നീട് UPSC അംഗങ്ങളെ പുറത്താക്കാനുള്ള അധികാരം പ്രധാനമന്ത്രിക്കല്ല, പ്രസിഡന്റിനാണ് ഉള്ളത്. ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷനെക്കുറിച്ചുള്ള ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ്? 1951 രൂപം കൊണ്ട ആദ്യ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ KC നിയോഗി ആയിരുന്നു. ഫിനാൻസ് കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ ഉപദേശക സ്വഭാവമുള്ളതാണ്. അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമുള്ളതാണ് ഈ സമിതി. അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമില്ല. ഇവിടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് 1, 2, 3 ഇത് ക്വാസി ജുഡീഷ്യലാണ്, അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമുണ്ട്. അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾ അഡ്വൈസറി മാത്രമാണ്. അതുപോലെ തന്നെ KC നിയോഗി ആയിരുന്നു ആദ്യ ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാൻ. ദേശീയ പിന്നാക്ക വികസന കമ്മീഷനെ സംബന്ധിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? 1993 രൂപീകൃതമായി. 102ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനാപരമായ അംഗീകാരം നേടി. കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് നൽകേണ്ടത് പ്രധാനമന്ത്രിക്കാണ്. കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ്. ഇവിടെ ശരിയായ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, 1993 രൂപീകൃതമായി. 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, 102ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കിട്ടുന്നത്. അതുപോലെ തന്നെ കമ്മീഷൻ്റെ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിക്കാണ്, അല്ലാതെ പ്രധാനമന്ത്രിക്കല്ല. അതുകൊണ്ട് ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. താഴെ തന്നിരിക്കുന്നതിൽ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭയിലെ അറ്റോമിക് എനർജി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഇപ്പോഴും അറ്റോമിക് എനർജി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ശ്രീ നരേന്ദ്രമോദി തന്നെയാണ്. അപ്പോൾ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? ശ്രീ കിഷോർ മക്വാനയാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ചെയർമാൻ. കേരളത്തിൽ ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യ വനിത? ജ്യോതി വെങ്കടാചലം, പത്മ രാമചന്ദ്രൻ, അന്ന ചാണ്ടി, നളിനി നെറ്റോ. പത്മ രാമചന്ദ്രനാണ് കേരളത്തിൽ നിന്നും ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ
ആദ്യ വനിത. ഇന്ത്യൻ ഭരണഘടനയുടെ 309 അനുച്ഛേദ പ്രകാരം കേരള സിവിൽ സർവീസ് നിയമ വേതന ചട്ടങ്ങൾ നിർമ്മിക്കുവാനുള്ള അധികാരം ആർക്കാണ്? കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് സംയുക്തമായി സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ, കേന്ദ്ര ഗവൺമെൻറ്, കേരള ഗവൺമെൻറ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേരള സിവിൽ സർവീസ് നിയമന വേതന ചട്ടങ്ങളാണ്. കേരള ഗവൺമെൻറ്റിനാണ് ഈ നിയമപ്രകാരം അത് തീരുമാനിക്കുവാനുള്ള അധികാരമുള്ളത്. ഇതിലേതാണ് ഒരു ഭരണഘടനാ സ്ഥാപനം? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഏതാണെന്നാണ് ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ. ഇതിൽ ദേശീയ പട്ടികജാതി കമ്മീഷനാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ബാക്കിയെല്ലാം സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, നിയമപ്രകാരം സ്ഥാപിതമായവയാണ്. വിവരാവകാശ നിയമപ്രകാരം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് പ്രധാനമന്ത്രി, ചീഫ് ജസ്റ്റിസ്, പ്രസിഡന്റ് ഇവരാരുമല്ല. പ്രസിഡൻ്റാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. ഇപ്പോഴത്തെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഇതും മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ദേശീയ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഹർജിത് സിംഗ് ഗ്രേവാൾ ആണ്. ഹർജിത് സിംഗ് ഗ്രേവാൾ. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട 8 പ്രധാന കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടു. താഴെ പറയുന്നതിൽ അത്തരം കമ്മിറ്റികളുടെ അധ്യക്ഷന്മാർ ശരിയായത് ഏതൊക്കെ? യൂണിയൻ പവേഴ്സ് കമ്മിറ്റി നെഹ്റു, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി നെഹ്റു, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി അംബേദ്കർ, റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇവിടെ ഒരെണ്ണം മാത്രമാണ് തെറ്റായിട്ടുള്ളത്. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. അതുകൊണ്ട് തന്നെ ഓപ്ഷൻസ് 1, 2, 4 ശരിയാണ്. ഇന്ത്യയിലെ പൗരത്വത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഇവയിൽ ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ ഉള്ള ഭാഗങ്ങളിൽ പൗരത്വത്തെക്കുറിച്ച് പറയുന്നു. 1955 പൗരത്വ നിയമം അനുസരിച്ച് 4 രീതികൾ പൗരത്വം നഷ്ടപ്പെടാം. 1955 പൗരത്വ നിയമം അനുസരിച്ച് 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. 1955 നിയമം അനുസരിച്ച് രജിസ്ട്രേഷൻ വഴി 3 രീതിയിൽ മാത്രം പൗരത്വം നേടാം. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് 1, 3 മാത്രമാണ് ശരി. പൗരത്വം നേടാൻ 5 രീതികളും പൗരത്വം നഷ്ടപ്പെടാൻ 3 രീതികളുമാണ് നിലവിലുള്ളത്. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന വിവിധ പ്രസ്താവനകൾ ഏറ്റവും ശരിയായത് ഏതാണ്? ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്, പക്ഷെ നമുക്ക് നോക്കാം. ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ മതവിഭാഗത്തിൻ്റെയോ സംരക്ഷണത്തിനോ പ്രചാരണത്തിനോ ചെലവാക്കുന്ന തുകയ്ക്ക് നികുതികൾ പാടില്ല എന്ന് 27-ാം വകുപ്പ് പറയുന്നു. 32-ാം വകുപ്പിനെ നെഹ്റു ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചു. കേശവാനന്ദ ഭാരതി കേസ് മൗലിക അവകാശവുമായി ഒരു ബന്ധവുമില്ല. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 23 മനുഷ്യക്കടത്തിനെയും നിർബന്ധിത ജോലിയെയും എതിർക്കുന്നുണ്ട്. ഇവിടെ 1, 4 ശരിയാണ്. 32-ാം വകുപ്പിനെ BR അംബേദ്കർ ആണ് ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ കേശവാനന്ദ ഭാരതി കേസ് നിങ്ങൾക്ക് അറിയാമല്ലോ, മൗലിക അവകാശവുമായി ബന്ധമുള്ളതാണ്. അപ്പോൾ 1, 4 ആയിരുന്നു ശരി. ഓപ്ഷൻ ബി ആയിരുന്നു ശരിയാവേണ്ടത്, പക്ഷേ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. 42-ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? പാർട്ട് 4A ഭരണഘടനയോട് കൂട്ടിച്ചേർത്തു. ലോക്സഭയുടെ കാലാവധി നീട്ടി. 7-ാം പട്ടികയിൽ നിന്ന് സംസ്ഥാന വിഷയങ്ങൾ ഉൾപ്പെട്ടിരുന്ന 10 വിഷയങ്ങളെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. മിനി ഭരണഘടന എന്ന് വിളിക്കുന്നില്ല. ഇവിടെ ശരിയായിട്ടുള്ള ആൻസേഴ്സ് എന്ന് പറയുന്നത് പാർട്ട് 4A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഭരണഘടനയോട് കൂട്ടിച്ചേർത്തു. ലോക്സഭയുടെ കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കിയിരുന്നു. അടുത്ത 2 ഓപ്ഷൻസും തെറ്റാണ്. അതുപോലെ തന്നെ 7-ാം പട്ടികയിൽ നിന്ന് സംസ്ഥാന വിഷയങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന 5 വിഷയങ്ങളെയാണ് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ പെട്രോളിയം പ്രകൃതിവാതക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി ആരാണ്? ഇപ്പോഴത്തെ പെട്രോളിയം പ്രകൃതിവാതക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ശ്രീ ഹർദീപ് സിംഗ് പുരിയാണേ. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP ആയിരുന്നു. ലോക്സഭയിലേക്ക് നടന്ന ഈ തെരഞ്ഞെടുപ്പ് എത്രാമത്തെ തെരഞ്ഞെടുപ്പായിരുന്നു? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 18ാമത്തെ തിരഞ്ഞെടുപ്പായിരുന്നു. താഴെ പറയുന്നവയിൽ സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ ഏത്?
ഭരണഘടനയുടെയും പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെയും അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്ത് ശുപാർശകൾ സമർപ്പിക്കാൻ നിയുക്തമായതാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. ഭരണഘടനയുടെ 42-ാം ഭേദഗതി പ്രകാരമാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 1ഉം 2ഉമാണ് യോജിക്കുന്ന പ്രസ്താവനകൾ. ഭരണഘടനയുടെ 42-ാം ഭേദഗതി പ്രകാരമല്ല സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത്. പഞ്ചായത്ത് രാജിൻ്റെ 73-ാം അമെൻമെൻറ്റ് പ്രകാരമാണ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ നിലവിൽ വരുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ്റെ കാലാവധി ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ആ ആൻസർ വരുന്നില്ല. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ കാലാവധി എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? നമുക്കെല്ലാവർക്കും അറിയാം, ആർട്ടിക്കിൾ 21A പ്രകാരമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ്? ഭാഗം 4A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ പറ്റി പറയുന്നത്. 1976 42-ാം ഭേദഗതി വഴിയാണ് ഇത് ആഡ് ചെയ്യപ്പെടുന്നത്. ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, ബങ്കിം ചന്ദ്ര ചാറ്റർജി, ദേവേന്ദ്രനാഥ ടാഗോർ. ജനഗണമന ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. അതുപോലെ തന്നെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേമാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ദേശീയ ഗീതമായ വന്ദേമാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലായിരുന്നു? 1896 നടന്ന കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ് ദേശീയ ഗീതം ആദ്യമായി ആലപിക്കുന്നത്. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്ര? ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത് 3:2 ആണ്. ലെങ്ത് ഈസ് ടു ബ്രെഡ്ത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. 3:2 ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. 1993 ഒക്ടോബർ 12. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? 12 ഒക്ടോബർ 2005 വിവരാവകാശ നിയമം നിലവിൽ വരുന്നത്. 12 ഒക്ടോബർ 2005. ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെപ്പറ്റി ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? ദേവനാഗരി ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയാണ്. മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയല്ലാത്തത്? മൗലിക അവകാശങ്ങൾ സ്വഭാവത്തിൽ ന്യായമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ മൗലികാവകാശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വത്തവകാശം മൗലികാവകാശമല്ല. ആർട്ടിക്കിൾ 51A വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഏതാണ് ശരിയല്ലാത്തതെന്നാണ്. നമുക്കറിയാം ഫണ്ടമെൻ്റൽ റൈറ്റ് ജസ്റ്റീഷ്യബിൾ ആണ്. അപ്പോൾ 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, 2, 3 ശരിയാണ്. 4ാമത്തേതിൽ പറഞ്ഞിരിക്കുന്ന 51A അല്ല 21A ആണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ D ആണ് തെറ്റായിട്ടുള്ളത്. ചേരുംപടി ചേർക്കുക. നമുക്ക് ശരിയായിട്ടുള്ളത് തന്നെ പറഞ്ഞു പോകാം. ആർട്ടിക്കിൾ 356. ആർട്ടിക്കിൾ 356 എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണവുമായിട്ട് തന്നെ ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഓപ്ഷൻ A തന്നെയാണ് വരുന്നത്. ആർട്ടിക്കിൾ 325 സാർവത്രിക മുതിർന്നവരുടെ ഫ്രാഞ്ചൈസി, അതായത് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, 18 വയസ്സിന് മുകളിലുള്ളവർക്ക് വോട്ടവകാശം നൽകുന്നതാണ്. അതും കറക്റ്റ് B തന്നെയാണ് വരുന്നത്. ആർട്ടിക്കിൾ 76 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ, കറക്റ്റാണ്. ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതി നടപടിക്രമമാണ്. 368 അമെൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്, നമുക്കറിയാം. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് എല്ലാം കറക്റ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ A ആണ് ആൻസർ വരുന്നത്. താഴെ കൊടുത്തിട്ടുള്ളതിൽ ശരിയായ യോജിക്കുന്ന വസ്തുതകൾ തിരിച്ചറിയുക. യോജിക്കുന്ന വസ്തുതകൾ ഏതാണെന്നാണ് ചോദ്യം.
44-ാം ഭരണഘടനാ ഭേദഗതി നിയമം സ്വത്തവകാശം. ശരിയാണ്. 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം റൈറ്റ് ടു പ്രോപ്പർട്ടി എടുത്ത് കളഞ്ഞിരുന്നു. സ്വത്തവകാശ നിയമം എടുത്ത് മാറ്റിയിരുന്നു. 86-ാം ഭരണഘടനാ ഭേദഗതി നിയമം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം കൊണ്ടുവരുന്നത്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് 86-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. അത് ശരിയാണ്. 42-ാം ഭരണഘടനാ ഭേദഗതി നിയമത്തെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ അതും ശരിയാണ്. 91-ാം ഭരണഘടനാ ഭേദഗതി നിയമം കൂറുമാറ്റ വിരുദ്ധ നിയമം. അത് തെറ്റാണ്. 91-ാം ഭരണഘടനാ ഭേദഗതി എന്തിനു കൊണ്ടുവന്നതെന്നറിയാമോ? നമ്മുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ലോക്സഭയുടെയോ അല്ലെങ്കിൽ നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണെങ്കിൽ അതിൻ്റെയോ 15% അംഗസംഖ്യയുടെ 15% കൂടുതൽ പോകാൻ പാടില്ല എന്നൊരു നിയമമാണ് 91-ാം അമെൻമെൻറ്റിലൂടെ കൊണ്ടുവന്നത്. കൂറുമാറ്റ വിരുദ്ധ നിയമത്തിൻ്റെ അമെൻമെൻറ്റ് എന്ന് പറയുന്നത് 52nd അമെൻമെൻറ്റ് ആക്റ്റാണ്. ഏത്? ആൻറ്റി ഡിഫെക്ഷൻ ലോയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉത്തരം ശരിയായിട്ട് വരുന്നത് 1, 2, 3 മാത്രമാണ്. ഏത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും എല്ലാ സീറ്റുകളുടെയും 1/3 സ്ത്രീകൾക്കായി നീക്കിവച്ചിരിക്കുന്നത്? ഇത് 2023 വന്ന നാരീശക്തി അധിനിയം ബില്ലാണ്. 106-ാം ഭേദഗതി പ്രകാരം വന്നത്. ഇലക്ട്രൽ ബോണ്ട് സ്കീം കേസിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 2024 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകളുടെ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി. ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 ക്ലോസ് 1A പ്രകാരമുള്ള വിവരാവകാശവും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ലംഘിക്കുന്നു. ബ്ലാങ്കറ്റ് കോർപ്പറേറ്റ് രാഷ്ട്രീയ ഫണ്ടിംഗ് അനുവദിക്കുന്ന കമ്പനി നിയമത്തിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിധിക്കുന്നു. ഇതെല്ലാം ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് കോടതി ചൂണ്ടിക്കാട്ടിയ കാരണങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം ശരിയാണ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. ഭരണഘടനയുടെ 15-ലെ ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള നിയമ ഭരണഘടനാ ചട്ടക്കൂട് പ്രതിപാദിക്കുന്നു. ഭാഗം 18-ലെ ആർട്ടിക്കിൾ 352 മുതൽ 360 വരെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ചട്ടക്കൂടിനെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ 5 മുഴുവൻ സമയ കമ്മീഷണർമാരുണ്ട്. ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ ബി മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഇവിടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ല, പ്രസിഡൻ്റാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത്. പിന്നെ ഭാഗം 18 എന്ന് പറയുന്നത് 352 എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? എമർജൻസി പ്രൊവിഷൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ 5 അല്ല 3 മെമ്പേഴ്സാണുള്ളത് നമുക്കറിയാം.